നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക. ക്രിസ്തുവിനോട് എത്രയും അടുക്കാൻ പറ്റുമോ അത്രയും അടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർ ദർശിക്കും, മറ്റുള്ളവരുടെ അടുത്ത് വരും. അപ്പൊ നിങ്ങള് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ശക്തിയെ ഓരോ മിനിസ്ട്രിയുടെയും കരിസ്മാറ്റിക് ശുശ്രൂഷയുടെയും ശക്തിയാണ് തിരിച്ചറിയണം. നമ്മൾ ശാന്തമായിട്ട് മുറിയിൽ അടച്ചുകൂട്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ അടച്ചുകൂട്ടിയ മുറിയിൽ നിങ്ങൾ അന്വേഷിച്ച് അവിടെ ആള് വരും. നിങ്ങൾ ആരെയും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെയും അന്വേഷിച്ച് പോയി അത്ഭുതം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെയും നോക്കി വചനം പ്രഘോഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അടച്ച് കൂട്ടിയ മുറിയിൽ ഇരിക്കുമ്പോഴും നിങ്ങളെ മാത്രം അന്വേഷിച്ച് ജനങ്ങൾ വരണം. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു ധൈര്യത്തോടെ, ആ ഒരു എളിമയോടെ പ്രാർത്ഥന തുടരാം, നമ്മുടെ ക്രിസ്തുവോട് ബന്ധം തുടരാം എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്റെ അടുത്തൊരു അച്ഛനെ കൊണ്ട് അച്ഛനെ പരിചയപ്പെടുന്നു. അച്ഛൻ്റെ പേര് ജോസഫ് ഫ്രാൻസിസ് ആണ്. വീട് പാലാരിട്ടമാണ്. പുനലൂർ രൂപത അംഗമാണ്. അച്ഛൻ ഒരു ഇത്തിരി പ്രസംഗം കേട്ട് പോകാമെന്നാണ്. ചേട്ടായിയുടെ ഇത്തിരി പ്രസംഗം കേട്ടിട്ട് തിരിച്ച് പുനലൂർ പോകാൻ വേണ്ടി വന്നാണ്. ഞാൻ രാവിലെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഉണ്ട്, ആളുണ്ട്. പോയിട്ടില്ല. തീ പിടിച്ച ആത്മാവ് തന്നെയാണ്. ഹൃദയത്തിലെ ആത്മാവിന്റെ ജ്വലനവും പേറി കേരള സഭയുടെ പ്രഘോഷണ കമ്മീഷന്റെ ഓൾ കേരള സെക്രട്ടറി അച്ഛനാണ്. പ്രഘോഷണ കമ്മീഷന്റെ കേരള സഭയുടെ പ്രത്യേക ലത്തീൻ സമുദായത്തിലെ പ്രഘോഷണ കമ്മീഷന്റെ ഓൾ കേരള സെക്രട്ടറി അച്ഛനാണ്. അച്ഛനെ വലിയ ചുമതലയായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അച്ഛനെ ദൈവം വളർത്തട്ടെ. സമുദായത്തിലൂടെ, സമൂഹത്തിലൂടെ നമ്മുടെ കേരള സഭയെ മുഴുവൻ ശുശ്രൂഷിക്കാനുള്ള ഒരു വലിയ വിളി നൽകട്ടെ. ഇന്ത്യയെ ശുശ്രൂഷിക്കാനുള്ള വിളി നൽകട്ടെ. ലോകത്തെ മുഴുവൻ ശുശ്രൂഷിക്കാനുള്ള വലിയ വിളി നൽകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് എടുത്തെടുക്കാം.